നമ്മുടെ PLC കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഈ PLC കിറ്റ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇൻഡസ്ട്രികളിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇത് നമ്മളൊരു ഡിജിറ്റലി ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോളിംഗ് ആണ്. നമ്മൾ ഡിജിറ്റലി ബേസ്ഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എസ് ഓർ നോ ആ കണ്ടീഷൻ നമ്മൾ കൊടുക്കും. ആ കണ്ടീഷൻ അവിടെ ശരിയാണോ തെറ്റാണോ, ഈ രണ്ട് കാര്യങ്ങൾക്ക് ബേസ്ഡാണ് നമ്മൾ ഡിജിറ്റൽ എന്ന് പറയും. നമ്മൾ പറയുന്നത് 0, 1 എന്ന് പറയും. 1 പറഞ്ഞാൽ ട്രൂ ആണ്, 0 ആണെങ്കിൽ ഫാൾസ് ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ, നമ്മൾ കിട്ടിയ ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുക, അത് തെറ്റാണെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഡിജിറ്റലി ബേസ്ഡ് കൺട്രോളിംഗ് സിസ്റ്റമാണ് നമ്മുടെ PLC എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻഡസ്ട്രികളിലൊക്കെ നമ്മൾ മെയിനായിട്ട് കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ PLC കിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും മോൾ ഭാഗത്തിനെ കാണിക്കുന്നുണ്ട് 8 ഇൻപുട്ട് ആൻഡ് 4 ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് എത്ര 8 ഇൻപുട്ട് വരുന്നുണ്ട്, 4 ഔട്ട്പുട്ട് നമുക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഈ കാണുന്ന 2 സെക്ഷനാണ് നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷൻ. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞ പോലെ എത്ര വരുന്നുണ്ട്, ഇൻപുട്ട് നമുക്ക് 0 മുതൽ നമുക്ക് എത്ര 7 വരെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മൊത്തം 8 ഇൻപുട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ 8 ഇൻപുട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു, ഇവിടെ LED ഉപയോഗിക്കുന്നുണ്ട്. മൊത്തം നമുക്കിവിടെ 8 LED ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഏത് ഇൻപുട്ടാണോ ഓൺ, ഏത് ഇൻപുട്ടാണോ ഓഫ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഈ സ്വിച്ചുകൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻപുട്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടി ഇവിടെ ഈ സ്വിച്ചുകൾ ഉപയോഗിക്കും. അപ്പോൾ ഈ സ്വിച്ച് ഏതെങ്കിലും ഒന്ന് ഓൺ ആണെങ്കിൽ സംഭവിക്കുന്നു, അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും ഇവിടെ. അപ്പോൾ എന്താ പറയുക, നമുക്കിവിടെ നോക്കാം SWI2 എന്ന് വെച്ചാൽ ഇൻപുട്ട് 2 ആണത്. ഇൻപുട്ട് 0, ഇൻപുട്ട് 1, ഇൻപുട്ട് 2, അങ്ങനെ ഇൻപുട്ട് 7 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് 2ൻ്റെയാണ് എന്ത് ഈ LED ഇൻഡിക്കേറ്റർ. അപ്പോൾ നമുക്കിവിടെ 2 ഇവിടെ ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, LED ആ 2 കത്തും, അത് ഓഫ് ആകുമ്പോൾ അത് ഓഫ് ആകും. അതേപോലെ തന്നെ ഓരോ സ്വിച്ചിനും അതിൻ്റേതായിട്ടുള്ള ഇൻപുട്ട് LEDയും കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ താഴെ നമുക്ക് ഈ കണക്റ്റേഴ്സ് കാണുന്നുണ്ട്. ഈ കണക്റ്റേഴ്സ് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഇൻപുട്ട് കൊടുക്കാൻ ഒരു സെക്കൻഡറി ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്വിച്ച് വഴി നമുക്ക് ഈ ലിവർ സ്വിച്ച് വഴി നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സപ്ലൈ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് കൊടുക്കാം. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ കുത്തിയിട്ട് നമ്മൾ 24 വോൾട്ടാണ് വരുന്നത്. നമുക്കിവിടെ ഓഫാക്കി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഇൻപുട്ട് അവിടെ ഓൺ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ നമുക്ക് ലിവർ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് സപ്ലൈ എടുത്തിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ താഴത്തെ കണക്റ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ നമുക്ക് വേറെ ഡിവൈസുകളിൽ നിന്ന് വരുന്ന ഇൻപുട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിലേക്ക് ഇൻപുട്ടായി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഈ താഴത്തെ ഈ കണക്റ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ. സ്വിച്ചിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യം പോലെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമുക്ക് ഇൻപുട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് വരുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷൻ പറയുന്നത്. ഈ ഔട്ട്പുട്ട് സെക്ഷൻ നമുക്ക് 4 ഔട്ട്പുട്ടാണ് വരുന്നത്. ഇവിടെ D0 മുതൽ D3 വരെ നമുക്ക് എത്ര 4 ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഈ ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് കാണാം, മുകളിലും താഴെയും കാണാം. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഓരോ ഔട്ട്പുട്ടും ഓരോ റിലേ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതെന്ത് ചെയ്യും, നമ്മൾ ഏത് റിലേക്കാണ് നമ്മളത് അസൈൻ ചെയ്തിട്ടുള്ളത് ആ റിലേ അവിടെ ഓൺ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇവിടെ എന്താ D0 എന്ന് പറയുന്ന ഈ റിലേ ഇവിടെ ഓൺ ആണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സാധനം ഇങ്ങോട്ട് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് ഈ മഞ്ഞയിൽ കൊടുക്കുന്നത് ഇവിടെ നീലേക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ ഈ സെൻറ്ററിലുള്ള കണക്ഷനാണെന്ത് നമ്മുടെ റിലേ എന്ന് പറയുന്നത്. റിലേ ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ട് കണക്ഷൻ വരും, റിലേ ഓഫ് ആണെങ്കിൽ സംഭവിക്കുന്ന ഇവിടെ നിങ്ങോട്ട് കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പ്രിൻസിപ്പിളാണത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ആ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഓരോ പ്രോഗ്രാംസ് ഇൻപുട്ട് കൊടുക്കും. ആ കൊടുക്കുന്ന പ്രോഗ്രാംസിൻ്റെ ട്രൂ ഓർ ഫാൾസ് നമ്മൾ ഏത് റിലേക്ക് കൊടുത്തിരിക്കുന്നു ഓരോ റിലേക്ക് നമ്മൾ അസൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മൾ അടുത്ത ആ പ്രോഗ്രാംസിൽ പറയും നമ്മൾ. അപ്പോൾ നമ്മൾ ഏത് റിലേക്കാണോ കൊടുത്തിരിക്കുന്നത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സംഭവിക്കുന്നത് ഇവിടെ നിങ്ങോട്ട് കണക്ഷൻ വരുന്നു, അത് ഫാൾസ് ആണെങ്കിൽ ഇവിടെ നിങ്ങോട്ട് കണക്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ആ റിലേ ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാനാണ് ഇവിടെ D0 മുതൽ D3 വരെയുള്ള ഇൻഡിക്കേറ്റർ LEDs. അപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാണ് 7 LED വരുന്നുണ്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ. അതേപോലെ തന്നെ നമുക്ക് എത്ര 4 ഔട്ട്പുട്ടും വരുന്നുണ്ട്. അതാണ് മൊത്തം നമ്മുടെ വരുന്നത്. പിന്നെ നമ്മളുടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന നമ്മുടെ PLC ട്രെയിനർ കിറ്റ് എന്ന് പറയുന്നത് അലൻ ബ്രാഡ്ലിയുടെയാണ്. അതിൻ്റെ കോഡ് പറയുന്നത് മൈക്രോ 81012AWA. ഈ കോഡ് നമുക്ക് അറിഞ്ഞിരിക്കണം, കാരണം നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയർ ചോദിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രെയിനർ കിറ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ കോഡ് അതിൽ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കോഡൊന്ന് അറിഞ്ഞിരിക്കുക, ഇതിനോട് ബാക്കിയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷനെ കുറിച്ചൊന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ
നമ്മുടെ PLC ട്രെയിനർ കിറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കണക്റ്റഡ് കമ്പോണൻസ് ഉണ്ട്, സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമാണ്. ഇതിൻ്റെ പേരാണ് കണക്റ്റഡ് കമ്പോണൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സോഫ്റ്റ്വെയർ നമുക്ക് ഇതിൽ ആദ്യം ഓപ്പൺ ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ജസ്റ്റ് സെർച്ച് ചെയ്യുക, CON നമ്മൾ ആ കണക്റ്റഡ് CON എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേ നമുക്കിവിടെ കാണാൻ പറ്റും കണക്റ്റഡ് കമ്പോണൻസ് ഉണ്ട്, ആ സോഫ്റ്റ്വെയർ കാണും. അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന വിൻഡോയാണ് ഈ കാണുന്ന വിൻഡോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് നമ്മൾ ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പേരും അതിൻ്റെ ലൊക്കേഷനും കാര്യമൊക്കെ വന്നിട്ടുണ്ടാവും. അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം, ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു വിൻഡോ വരും. ഈ വിൻഡോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോളർ ഏതാണോ അത് അവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോളറിൻ്റെ അകത്ത് പോകുന്നു, മൈക്രോ 810 ആ സാധനം വരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് 12AWA ഈ സാധനമാണ് സെലക്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, ആദ്യം കാണുന്നതെല്ലാം സെലക്ട് ചെയ്ത് പോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആഡ് ടു പ്രൊജക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയി വന്നു. ഈ വിൻഡോയിൽ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളിവിടെ ഈ പ്രോഗ്രാം സെക്ഷനിൽ പോവുക. പ്രോഗ്രാം സെക്ഷനിൽ പോകുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഈ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലാഡർ ഡയഗ്രാം, കാരണം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ലാഡർ പ്രോഗ്രാമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാഡർ ഡയഗ്രാം അവിടെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാംസ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ലാഡർ ആ പ്രോഗ്രാം എങ്ങനെ ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ XOR ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലേശം ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഓപ്പറേഷൻ തന്നെയാണ് XOR ഓപ്പറേഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോർമുലയാണ് ഈ കാണുന്നത് A⁻B + B⁻A. ഈ ഫോർമുല നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഇതിലേക്ക് കൊടുത്ത് ലാഡർ ലോജിക്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമാക്കി മാറ്റുന്നത് നമ്മൾ നോക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, XOR ഓപ്പറേഷൻ്റെ ആ ട്രൂത്ത് ടേബിൾ നമ്മൾ നോക്കുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, രണ്ട് ഇൻപുട്ട് വരുന്നുണ്ട്, AB, നമ്മുടെ ഔട്ട്പുട്ട് Y. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് അറിയാം. രണ്ട് ഇൻപുട്ട് 0 0 വരുമ്പോൾ എന്താണ്, ഔട്ട്പുട്ട് ഇവിടെ 0 ആയിരിക്കണം. 0 1 വരുമ്പോൾ ഔട്ട്പുട്ട് 1, 1 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1, പിന്നെ വീണ്ടും 1 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 0. അപ്പോൾ എന്താ വെച്ചാൽ രണ്ട് ഇൻപുട്ടും ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ ഹൈ ഔട്ട്പുട്ടും, രണ്ട് ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് നമുക്കിവിടെ 0 ആയിരിക്കും. ആ കണ്ടീഷൻ എന്ന് പറയും XOR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് എങ്ങനെ ലാഡർ പ്രോഗ്രാമിലേക്ക് മാറ്റാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക്കായിട്ട് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതി എന്താ വെച്ചാൽ, നമുക്കൊരു അഡീഷൻ ഓപ്പറേഷൻ, അഡീഷൻ അല്ലെങ്കിൽ ഓർ ഓപ്പറേഷൻ, നമ്മളെന്ത് പറയും, നമ്മുടെ അരിതമെറ്റിക് നമ്മളതിനെ അഡീഷൻ എന്ന് പറയും, നമ്മളതിനെ ലോജിക് ഫംഗ്ഷൻ വരുമ്പോൾ അതിന് ഓർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷൻ അല്ലെങ്കിൽ ഓർ ഓപ്പറേഷൻ നമുക്ക് എന്താണ്, പാരലൽ ബ്രാഞ്ചാണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, എയും ബിയും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ A പാരലൽ B എന്ത് ചെയ്യും, എയുടെ നേരെ താഴെ ഈ ഷേപ്പിലൊരു ബ്രാഞ്ച് കൊടുക്കും നമ്മൾ. അങ്ങനെ നമ്മൾ ലാഡർ പ്രോഗ്രാമിൽ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, ഔട്ട്പുട്ട് നമുക്കിവിടെ Y = A + B എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമാണ് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ A × B അല്ലേ, A × B വരുന്നു. അപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണത് എന്താ, നമ്മൾ നേരെ കൊടുത്ത് സീരീസ് ആയിട്ട് കൊടുത്താൽ മതി. എയും ബിയും കൂടി ഇങ്ങനെ സീരീസ് ആയിട്ട് കൊടുത്തുന്ന സംഭവിക്കും Y = AB എന്ന് വെച്ച് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന രണ്ടെണ്ണം വരുന്നത് എന്തൊക്കെയാണ്, A⁻B എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, പ്ലസ് എന്ന് പറയുമ്പോൾ അഡീഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം നമ്മളങ്ങനെ കൊടുക്കാമെന്ന് കണ്ടു. ഇനി നമ്മൾ അതിനെ ലാഡർ പ്രോഗ്രാമിലേക്ക് എങ്ങനെ മാറ്റുന്നു എന്നുള്ള അവിടെ കാണും. അപ്പോൾ നമുക്ക് എന്താണ്, A⁻B + B⁻A. ഈ പ്രോഗ്രാം നോക്കുമ്പോൾ നമുക്കിവിടെ നോക്കാം A⁻. നമുക്ക് അതിൽ ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ വ്യക്തമാവും. കാരണം നമ്മൾ A⁻ എന്ന് വരുമ്പോൾ നമുക്കിവിടെ ബാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്ലോസ്ഡ് സ്വിച്ച് വേണം ഉപയോഗിക്കാൻ. ഒരു കപ്പാസിറ്ററിൻ്റെ ഷേപ്പുള്ള സാധനത്തിന് സ്വിച്ച് എന്ന് പറയും. നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ ഷേപ്പ് പോലെ കാണുന്ന നമ്മൾ സ്വിച്ച് എന്ന് പറയും ലാഡർ പ്രോഗ്രാമിൽ. അപ്പോൾ നമുക്കിവിടെ A⁻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വെട്ട് വരുന്ന അല്ലെങ്കിൽ ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറയും നമ്മൾ. ഓക്കെ, വെറും ബാർ ഇല്ലാത്ത വാല്യൂബിളാണ് നമ്മൾ ചെയ്യും, അതിനാണ് ഓപ്പൺ സ്വിച്ച് എന്ന് പറയും. ഈ ഷേപ്പ് കൊടുക്കും നമ്മൾ. അപ്പോൾ നമുക്കിവിടെ നോക്കാം A⁻ വരുന്നില്ല. അപ്പോൾ നമ്മൾ എയുടെ പേര് കൊടുത്ത് എന്ത് ചെയ്യുന്നു, ക്ലോസ്ഡ് സ്വിച്ച് കൊടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യും, ഇൻറ്റു വരണം നമുക്ക് അല്ലേ, A⁻ × B ആണ്. അപ്പോൾ നമ്മൾ അതിനെ സീരീസ് ആയിട്ട് കൊടുത്തു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബിയും കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഈ കംപ്ലീറ്റ് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം വേറൊരു ഫംഗ്ഷനുമായിട്ട്, എന്ത് B⁻A-യുമായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, B⁻ വരുന്നത് കൊടുത്തു, B കൊടുത്തിട്ട് ഒരു ക്ലോസ്ഡ് സ്വിച്ച് കൊടുത്തു. പിന്നെ എന്ത് വേണം, നമുക്ക് A വേണം. അപ്പോൾ നമ്മൾ എക്ക് പകരം ഓപ്പൺ സ്വിച്ച് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി, ഈ രണ്ട് ഫംഗ്ഷൻ കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, രണ്ടെണ്ണത്തിൽ നമ്മൾ പാരലായിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനാണ് നമ്മൾ XOR ഫംഗ്ഷനായിട്ട് വരും, Y = A⁻B + B⁻A. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള സാധനം നമുക്കിനി കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലാഡർ പ്രോഗ്രാം നമ്മൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് നോക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാം 1 എന്ന് പറഞ്ഞ മെനു നമ്മൾ നേരത്തെ നമ്മൾ ലാഡർ പ്രോഗ്രാം കൊടുത്ത് നമുക്ക് വന്നതാണ്. ഇതിനകത്ത് നമ്മൾ പോകും.
ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ വിൻഡോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാഡർ പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്ക് വേണ്ട ടൂൾസ് എല്ലാം കിട്ടുന്നതാണ് ഈ ടൂൾ ബോക്സ് റൈറ്റ് സൈഡ് മുകളിൽ കാണാൻ പറ്റും. ഈ ടൂൾ ബോക്സിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരില്ല, ഡ്രാഗ് ചെയ്ത് തന്നെ കൊണ്ടുവരാം. നമ്മളിങ്ങനെ എടുത്തിട്ട് ഞെക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ എക്സോർ പ്രോഗ്രാമിലേക്ക് പോവാം. അപ്പോൾ എന്താ വരുന്നത്, എ ബാർ ബി ആ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇത് വരുന്നുണ്ട്, എന്ത്, രണ്ട് ബ്രാഞ്ച് വരുന്നുണ്ട് നമുക്ക്, മുകളിലും താഴെ ഇടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബ്രാഞ്ച് നമ്മളിവിടെ ജസ്റ്റ് ആഡ് ചെയ്യുന്നു. ആദ്യം നമുക്കൊരു സ്വിച്ച് ആഡ് ചെയ്തിട്ട് അവിടെ ബ്രാഞ്ച് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കിവിടെ എ ബാർ വരണില്ല, എ ബാർ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ക്ലോസ്ഡ് സ്വിച്ച് കൊടുക്കുന്നു. ഓക്കെ, എ ബാറിന് ക്ലോസ്ഡ് സ്വിച്ച് കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു, അവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് ആദ്യം എന്തെന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ IO മൈക്രോ 810 എന്ന് പറഞ്ഞാൽ ആ മെനുവിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഏതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് സെലക്ട് ചെയ്യണം. നമുക്കറിയാം ഇൻപുട്ട് എത്ര വരുന്നുണ്ട്, DI00 മുതൽ DI07 വരെ വരുന്ന ഇത്രയും സാധനമാണ് ഇൻപുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ DI00നും DI01നും ഒരു പ്രത്യേകത ഉണ്ട്, അതാണ് ആ രണ്ടെണ്ണം പുഷ് ബട്ടൺസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഈ 02 മുതലുള്ള ഇത്രയും ലിവർ സ്വിച്ചാണ് വരുന്നത്. 02 മുതൽ 07 വരെയാണ് ലിവർ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, DI02 നമ്മൾ എന്ത് ചെയ്യും, A ആയിട്ട് കൊടുക്കുക. ഓക്കെ, A ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബ്രാഞ്ച് നമുക്ക് ആഡ് ചെയ്യണമല്ലേ, ആ ബ്രാഞ്ച് നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് വേണം, B വേണം അതിൻ്റെ തൊട്ടടുത്ത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, B എന്ന് പറയുമ്പോൾ ഓപ്പൺ കോൺടാക്റ്റാണ് വേണ്ടത്. B ബാറില്ലാത്തതുകൊണ്ട് ഓപ്പൺ കോൺടാക്റ്റ്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ IO മൈക്രോ എന്ന് പറഞ്ഞാൽ ആ മെനുവിൻ്റെ അകത്ത് പോകുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ DI02 ആണ് കൊടുത്ത്, ഇനി നമ്മൾ എന്ത് ചെയ്യും, DI03 കൊടുക്കുന്നു. ഓക്കെ, അത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ A ബാറായി, A ബാർ B ഇപ്പോൾ ഫംഗ്ഷനായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ താഴെ B ബാർ A വരണം താഴെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ഒരു ക്ലോസ്ഡ് കോൺടാക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബിക്ക് നമ്മൾ ഏതാ കൊടുത്ത്, 03 കൊടുത്തു അല്ലേ. 03 ആണ് നമ്മൾ എന്ത് കൊടുത്ത്, ബിക്ക് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ B ബാർ വരണേ നമ്മൾ എന്ത് കൊടുത്തു, നമ്മളിവിടെ ആ ക്ലോസ്ഡ് സ്വിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഡിയുടെ ഇല്ല DI03 കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരണം, A വരണം. ഓക്കെ, എക്ക് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഓപ്പൺ കോൺടാക്റ്റ് ആണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇത് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, A എന്ന് പറയുമ്പോൾ എന്താണ് D02 ആണ്. അപ്പോൾ നമുക്ക് എന്തായി, ഇത് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇത്രയും ഫംഗ്ഷനായി. എന്താണ്, A ബാർ B, B ബാർ A. ഓക്കെ, A എന്ന് പറയുമ്പോൾ എന്താണ് 02 ആണ്. ഓക്കെ, ഇവിടെ നോക്കാം, A ബാർ, അവിടെ B എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ 03 വന്നു. അപ്പോൾ A ബാർ B, ഇവിടെ എന്താണ് B ബാർ A, ഇത്രയും വന്നു. ഇനി നമുക്ക് എന്തിനാണ് ഇവിടെ ഒരു ഔട്ട്പുട്ട് കൊടുക്കണം. ഔട്ട്പുട്ട് നമ്മളിവിടെ ഡയറക്റ്റ് കോയിൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം കൊടുക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഔട്ട്പുട്ട് കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ വേണ്ട ഔട്ട്പുട്ട് നമുക്ക് മൊത്തം എത്ര ഉണ്ട്, 4 ഔട്ട്പുട്ടുകളുണ്ട്. ഈ 4 ഔട്ട്പുട്ട് നമുക്ക് ഏത് വേണം നമുക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ IO മൈക്രോയിൽ പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമുക്കിവിടെ കാണുന്ന D0 ആണെന്ന് ഔട്ട്പുട്ട്, നമുക്കിവിടെ കാണുന്ന DI എന്ന് പറഞ്ഞ ഇൻപുട്ടുകളും D0 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട്. അപ്പോൾ D0 മുതൽ 03 വരെ 4 ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യത്തെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാകുമ്പോൾ നമുക്ക് ആ പ്രോഗ്രാം കഴിഞ്ഞു. നമ്മൾ ആ ചെയ്ത പ്രോഗ്രാമാണ് കാണുന്നത്. നമുക്ക് എന്ത് വന്നു, നമ്മൾ ഇതേ കാണുന്ന പോലെ തന്നെ A ബാർ കൊടുത്തു, B കൊടുത്തു, B ബാർ A. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പോകണം. കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഈ കാണുന്ന ഡിസ്കണക്ട് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൽ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ കമ്പ്യൂട്ടർ നമ്മൾ ആദ്യം ചോദിക്കും, നമ്മുടെ കൺട്രോളർ ഏതാണ് ആദ്യം ചോദിച്ചു. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടി അത് അസൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കിവിടെ 12 PT മൈക്രോ 810 വരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നു, മൈക്രോ 810 എന്ന് കാണും. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ അപ്പോൾ അത് കണക്ഷൻ ആകുമ്പോൾ ചോദിക്കും, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം എന്ത് ചെയ്യണം, കൺട്രോളിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഡൗൺലോഡ് കറണ്ട് പ്രൊജക്റ്റ് ടു കൺട്രോളർ എന്ന് കൊടുക്കുക. ഓക്കെ, എസ് കൊടുക്കുക. നമുക്കിവിടെ താഴെ ഇവിടെ ആ പ്രോഗ്രാം ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇവിടെ താഴ്ഭാഗത്ത് ഈ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ സമയത്ത് കുറച്ച് സമയം ഇങ്ങനെ ഐഡിയലായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അത് നമുക്ക് ചോദിക്കും എന്താ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെയ്യുന്ന കൺട്രോളർ ടു റിമോട്ട് റൺ മോഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിംഗ് മോഡായിരുന്നു, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സിക്യൂഷൻ മോഡിലേക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ മോഡിലേക്ക് എസ് കൊടുക്കുന്നു.
ഓക്കെ, ഇപ്പോൾ നമുക്കത് എക്സിക്യൂഷൻ മോഡായി. അപ്പോൾ ഈ ഷേപ്പിൽ വിൻഡോ ആയിരിക്കും വരിക നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് XOR ഗേറ്റിൻ്റെ ആ ട്രൂത്ത് ടേബിൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം 0 0 നമ്മൾ അത് പറഞ്ഞ പോലെ തന്നെ ഈ കണ്ടീഷൻ നമുക്ക് എന്ത് ഇതിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ കണ്ടീഷൻ പറയുമ്പോൾ 0 0 ആയിരിക്കുന്ന സമയത്ത് നേരം ഇവിടെ 0 ആയിരിക്കണം, 1 1 ആയിരിക്കുമ്പോഴും 0. ബാക്കി എല്ലാ കണ്ടീഷൻ എന്തായിരിക്കണം നമുക്കിവിടെ 1 എന്ന് പറഞ്ഞ് ഈ ഔട്ട്പുട്ട് ബ്ലിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ എന്താണ് 2 ഇൻപുട്ട് ഇവിടെ ഓഫാണ്, 2 3 ഇവിടെ ഓഫാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 0 കിട്ടും. ഇനി നമുക്ക് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആയി വരും. ഏതെങ്കിലും ഒരെണ്ണം ഓൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഓക്കെ, ഇത് രണ്ട് ഇൻപുട്ടും എപ്പോഴൊക്കെ സെയിം ആയി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ 2 ഇൻപുട്ട് 1 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വരുന്നില്ല, 0 വന്നു. നമുക്ക് ഇവിടെ രണ്ടും 0 0 ആണെങ്കിലും ഇവിടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് രണ്ടും ഡിഫറൻറ്റ് പൊസിഷനാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നമുക്ക് ഹൈ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചെയ്ത XOR ഓപ്പറേഷൻ നമ്മൾ ഈ കിറ്റിലേക്ക് നമ്മൾ ബേൺ ചെയ്തു. ഓക്കെ, നമുക്ക് നോക്കണം ആ കിറ്റിലേക്ക് നമ്മൾ എന്ത് ചേഞ്ച് ആണോ വരുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ നോക്കാം, നമുക്കിവിടെ ഇത് നമുക്കെന്താ ഡയറക്റ്റ്ലി ഓപ്പൺ ആയിട്ടൊരു നമുക്ക് അല്ലെങ്കിൽ നമ്മൾ DI02 എന്ന ക്ലോസ്ഡ് സ്വിച്ചാണ്. എന്ന് വെച്ചാൽ ഈ DI02 എന്ന സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഓൺ ആയിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ. ഒരു ക്ലോസ്ഡ് സ്വിച്ചും ഓപ്പൺ സ്വിച്ചും എന്താണെന്ന് വെച്ചാൽ, ഓപ്പൺ സ്വിച്ച് എന്ന് പറയുമ്പോൾ സാധാരണ സ്വിച്ച് പോലെ തന്നെ അത് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഓൺ ആയിരിക്കും, ഓഫ് ആയി കഴിഞ്ഞാൽ ഓഫ് ആവും. നേരെ മറിച്ച് ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറയുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ വരും. ഓൺ ആയി കഴിഞ്ഞാൽ ഓഫ് ആയിരിക്കും, ഓഫ് ആക്കിയാൽ ഓൺ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ആ കിറ്റിനകത്തുള്ള 02 എന്ന് പറയുന്നതാണ് ഓഫാണ്. ആ സമയത്ത് ഇവിടെ നിന്നാണ് ഓൺ ആണ്. ഓൺ ആയിരിക്കുമ്പോൾ നമുക്കിവിടെ റെഡ് കളറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ എന്താണ്, ഇപ്പോൾ ആ സ്വിച്ച് ഇവിടെ ഓണായി നിൽക്കുകയാണ്. കാരണം DI02 പറയുന്ന ലിവർ സ്വിച്ച് ഓഫായ കണ്ടീഷൻ സംഭവിക്കുന്നു. ഇവിടെ ഈ ക്ലോസ്ഡ് സ്വിച്ച് ഇവിടെ ഓണാണ്. അപ്പോൾ നമുക്കിനി ആ 02 എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഓണാക്കി നോക്കുമ്പോൾ സംഭവിച്ചു അതിവിടെ ഓഫായി. ഓക്കെ, ഇപ്പോൾ സ്വിച്ച് നമ്മൾ ഓണാക്കിയത് അപ്പോൾ ഇവിടെ ഓഫായി. ഇനി നമ്മൾ ഓണായി കഴിഞ്ഞാൽ അതിവിടെ ഓഫായി കഴിഞ്ഞാൽ ഇവിടെ ഓണാകും. അപ്പോൾ നമ്മളൊരു ഓപ്പോസിറ്റ് ആക്ഷനാണ് വരിക. അത്രമാത്രം ആലോചിക്കാം. ഇനി നമുക്ക് നോക്കാം, ഈ ഇൻപുട്ടുകളുടെ കണ്ടീഷനും നമുക്കിവിടെ ഈ ഔട്ട്പുട്ടും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കാം 0 1 എന്ന് പറയുന്ന സാധനം ആദ്യം 0 0 കണ്ടീഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ 0 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, 0 1 എന്ന് പറയുന്ന കണ്ടീഷൻ 0 1 കൊടുക്കുമ്പോൾ സംഭവിച്ചു അത് നേരെ അങ്ങോട്ട് ഔട്ട്പുട്ട് ബ്ലിങ്ക് ചെയ്തു. ഇനി നമ്മൾ എന്താ 1 0 കൊടുക്കുന്നു. 1 0 കൊടുക്കുമ്പോൾ നേരെ ഔട്ട്പുട്ട് കത്തുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു 1 1 കൊടുക്കുന്നു. 1 1 ആകുമ്പോൾ ഔട്ട്പുട്ട് കത്തുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മൾ നോക്കിയില്ല, ഈ ലിവർ സ്വിച്ച് വഴി നമ്മുടെ ഇൻപുട്ട് ഓൺ ആക്കിയിട്ടും ഓഫ് ആക്കിയിട്ട് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ചേഞ്ച് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ തന്നെ പറഞ്ഞത് നമുക്ക് ഈ താഴെ ഇവിടെ കണക്റ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ, ഇതിൽ നിന്ന് നമുക്ക് സപ്ലൈ കൊടുത്തിട്ട് നമ്മുടെ ഇൻപുട്ട് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ XOR ഓപ്പറേഷൻ വരുന്നുണ്ട്, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വരുന്ന 24 വോൾട്ടാണ് സപ്ലൈ വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 24 വോൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കിവിടെ ഇപ്പോൾ രണ്ടും ഓഫ് കണ്ടീഷനാണ്. നമ്മളതിനെ ഓൺ ആക്കാൻ വേണ്ടി നമ്മൾ 1 0 കൊടുക്കുന്നു. 1 0 കണ്ടീഷൻ. അപ്പോൾ എന്താണ്, ഈ സ്വിച്ച് ഓണും മറ്റേ എന്താണ് ഓഫ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഔട്ട്പുട്ട് നമുക്ക് ഹൈ വരുന്നു. ഇനി നമുക്ക് നേരെ തിരിച്ചെന്ത് ചെയ്യാം, 0 1 കൊടുത്തു, 0 1. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് ഹൈ വരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും നമുക്ക് 1 കൊടുത്തേക്കാം. അപ്പോൾ എന്ത് വരുന്ന ഔട്ട്പുട്ട് 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിവർ സ്വിച്ച് വെച്ചിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു എക്സ്റ്റേണൽ സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഇൻപുട്ടിനെ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ PLCയുടെ ബേസിക് ഫംഗ്ഷൻ. നമ്മുടെ ലോജിക് ഗേറ്റ്സിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത് ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓർ വരും, ആൻഡ് വരും, ബാക്കിയുള്ള എല്ലാ ബേസിക് ഗേറ്റ്സ് ഇതേപോലെ ചെയ്ത് നോക്കാം. അത് ലേശം ബുദ്ധിമുട്ടായിട്ടുള്ള XOR ഗേറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതേപോലെ തന്നെ XNOR ബാക്കിയുള്ള എല്ലാ ഗേറ്റും ഇതേപോലെ സ്വയം ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ.